അലി അക്ബർ ഷാ തുടരുകയാണ്. സംഭവ സ്ഥലത്തു നിന്നും വിശദാംശങ്ങൾ നൽകുകയാണ്. കൊച്ചി സൗത്ത് പാലത്തിന് സമീപത്തെ ആക്രി ഗോഡൌണിൽ ഇരുനില കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. 12 സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചായിരുന്നു അപകടം. സമീപത്തുണ്ടായിരുന്ന 6 തൊഴിലാളികളെ, ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചതിനാൽ, അല്ലെങ്കിൽ സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റാൻ സാധിച്ചതിനാൽ വലിയ അപകടമാണ് ഉണ്ടായത്. അതേസമയം നഗരമധ്യത്തിലാണ് അപകടമുണ്ടായത്. ഉടൻ തന്നെ ട്രെയിൻ പിടിച്ചിടുകയും, ആലപ്പുഴയിലേക്കുള്ള ട്രെയിൻ ഉൾപ്പെടെ പിടിച്ചിടുകയും സാഹചര്യം നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് തന്നെയാണ് ഒരു വലിയ അപകടം ഒഴിവാക്കാൻ കാരണമായത്. അലി, ഈ പൊട്ടിത്തെറി ശബ്ദം കേട്ടപ്പോൾ തന്നെ അവിടെ നിന്ന് തൊഴിലാളികളെ മാറ്റിയിരുന്നോ? തീ പടരുന്നതിന് മുൻപ് തന്നെ അവരെ പ്രദേശത്തു നിന്ന് മാറ്റാൻ സാധിച്ചിരുന്നോ? ഈ പറഞ്ഞതുപോലെ 1 മണിയോട് കൂടിയാണ് ഈ പ്രദേശത്ത് ഇത്തരത്തിൽ ഉഗ്രസ്ഫോടനം ഉണ്ടാകുന്നത്. ആ സമയത്ത് തന്നെ നാട്ടുകാർ ഉണർന്നു. കാരണം വലിയ സ്ഫോടനമാണ് ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫയർഫോഴ്സ് യൂണിറ്റിനെ അറിയിക്കുന്നു. കാരണം യൂണിറ്റ് എത്തിയ ശേഷമാണ് ഈ ഉദ്യോഗസ്ഥരെ, ഈ ജോലിക്കാരെ, ഇവിടുത്തെ 6ഓളം പറയുന്ന ഈ തൊഴിലാളികളെ ഇവിടുന്ന് മാറ്റാൻ സാധിച്ചത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിയാണ് ഈ ജോലിക്കാരെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാമെന്ന് കരുതുന്നു. ദൃശ്യങ്ങൾ നോക്കാവുന്നതാണ്. ഈ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ഈ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരിലേക്ക്, തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നതാണ്. പ്രദേശത്ത് മഴയും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു അപകട സാഹചര്യം പൂർണ്ണമായും ഒഴിവായി എന്ന് തന്നെ പറയാം. ഈ പറഞ്ഞതുപോലെ ഉഗ്രസ്ഫോടനം, നഗരമധ്യത്തിലുണ്ടായ ഉഗ്രസ്ഫോടനം, ആളുകൾ ഉറങ്ങിക്കിടക്കിയുണ്ടായ ഉഗ്രസ്ഫോടനം, ആ ഉഗ്രസ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ കാണാമെന്ന് കരുതുന്നു. ഇപ്പോൾ ഏതെങ്കിലും നിലയിൽ ഈ തീ വീണ്ടും പടരാനുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. തൊട്ടടുത്തുകൂടി ട്രെയിൻ കടന്നു പോകുന്നത് കാണാം. ഏകദേശം 2 മണിക്കൂറോളമാണ് ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും പിടിച്ചിടുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഈ ഫാക്ടറിക്കുള്ളിൽ, ഗോഡൌണിനുള്ളിൽ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തീ അണയ്ക്കാനുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പുകയുന്നുണ്ടോ, അത്തരത്തിൽ എവിടെയെങ്കിലും പുക ഉയരുന്നുണ്ടെങ്കിൽ അതുകൂടി അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സിന്റെ കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ എടുത്തു പറഞ്ഞേ മതിയാകൂ. കാരണം ഈ പെട്ടെന്ന് തന്നെ അടിയന്തരമായി ഉണ്ടായ ഇടപെടൽ, ഈ വലിയൊരു അപകടം, നഗരമധ്യത്തിലുണ്ടായ വലിയൊരു അപകടം, അതിന്റെ വ്യാപ്തി കുറയ്ക്കുന്നതിലേക്ക് എന്തായാലും സഹായിച്ചിട്ടുണ്ട്. പ്രദേശത്ത് ശക്തമായ മഴ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവരുടെ ശ്രമം തുടരുകയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഫാക്ടറി ഗോഡൌൺ ഈ ഏകദേശം ഒരു 2 നില കെട്ടിടമാണ്. അതിന്റെ ഒരു സ്ട്രക്ചർ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. സ്വാഭാവികമായും ചെറിയൊരു തീ പിടിച്ചാൽ തന്നെ ആളിപ്പടരാനുള്ള സാഹചര്യമുണ്ട്. കാരണം പ്ലാസ്റ്റിക് സാധനങ്ങളെല്ലാം പൂർത്തിയിട്ടിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ മഴ കൂടി പെയ്തതെന്തായാലും അനുകൂല സാഹചര്യമാണ്. കാരണം പുറത്ത് എവിടെയെങ്കിലും തീ പടരാനുള്ള സാഹചര്യമോ പുക ഉയരുകയോ ഉണ്ടെങ്കിൽ അതുകൂടി അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ അത് കെട്ടുപോകാനുള്ള ഒരു സാധ്യത കൂടി ഈ മഴ കൂടി പെയ്ത സാഹചര്യത്തിലുണ്ട്. എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും കൃത്യമായ ഇടപെടൽ നടത്തിയത് എടുത്തു പറയേണ്ടതുണ്ട്. ഈ 6 തൊഴിലാളികളുടെ ആരോഗ്യസ്ഥിതിയിൽ എന്തെങ്കിലും പ്രശ്നമില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. മറ്റേതെങ്കിലും രീതിയിലുള്ള അപകടം അവർക്ക് ഉണ്ടായിട്ടില്ല, പൊള്ളലേറ്റിട്ടില്ല, അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ നടപടികൾ തുടരുകയാണ്. ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നടപടികൾ തുടരുകയാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഫാക്ടറിക്ക് ഉള്ളിലേക്ക് കയറി എവിടെയെങ്കിലും തീ പടരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതുകൂടി അണയ്ക്കുകയാണ്. പ്ലാസ്റ്റിക് സാധനങ്ങളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ചെറിയൊരു തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ ആളിപ്പടരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഗ്യാസ് സിലിണ്ടറുകൾ, ഏകദേശം 12ഓളം ഗ്യാസ് സിലിണ്ടറുകൾ എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഈ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ച് വലിയൊരു അപകടത്തിലേക്ക് പോവുകയായിരുന്നു. തൊട്ട് ചേർന്നാണ്, ഈ ഇരിക്കുന്ന ഗോഡൌണിന്റെ തൊട്ട് ചേർന്നാണ് റെയിൽവേ ട്രാക്ക് വരുന്നത് എന്നാണ് ഈ അപകടത്തിന്റെ ഏറ്റവും ഭീഷണി ഉയർത്തിയെന്ന കാര്യം. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത്, ഒരു വശത്ത് റെയിൽവേ ട്രാക്ക്, തൊട്ടപ്പുറത്ത് കൊച്ചി മെട്രോയുടെ ട്രാക്ക്, ഇത് രണ്ടും വലിയ അപകട ഭീഷണി ഉയർത്തിയിരുന്നു. എന്തായാലും അതെല്ലാം ഒരു പരിധിവരെ മറികടന്നിരിക്കുന്നു. കൃത്യമായ ഇടപെടൽ നടന്നിരിക്കുന്നു ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും. ദൃശ്യങ്ങളിൽ കാണാൻ വലിയ ബഹുനില കെട്ടിടങ്ങൾ ഇതിന് ചുറ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയവരൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് പോയതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അത്തരത്തിൽ വലിയ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ, വലിയ വ്യാപാര സ്ഥാപനങ്ങൾ, ഇതൊക്കെ ഇതിന്റെ സമീപത്ത് വരുന്നുണ്ട്. ടൂറിസ്റ്റ് ഹോമുകളൊക്കെ ഇതിന്റെ സമീപത്ത് വരുന്നുണ്ട്. സ്വാഭാവികമായും ഇവിടേക്കുള്ള താമസക്കാർ വലിയൊരു അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിച്ച് പ്രദേശത്തു നിന്നും മാറുന്ന സാഹചര്യവും ഉണ്ടായി. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം തീ പിടിച്ച് കത്തി എരിഞ്ഞ് കിടക്കുന്ന സാധനങ്ങൾ. ഈ കെട്ടിടത്തിനകത്തുള്ള ചെറിയ പുകയും കാണാം. അതിപ്പോൾ വെള്ളം അടിച്ചപ്പോൾ ഉണ്ടായ ചെറിയൊരു പുകയും കാണാം. ഇത്രയും സാധനങ്ങൾ, ഈ രീതിയിൽ കിടന്ന സാധനങ്ങളാണ് ഈ കത്തി അമരുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ഒന്നാമത്തെ താഴത്തെ നില, ഗ്രൗണ്ട് ഫ്ലോറിൽ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് മുകളിലേക്ക് തീ പടരുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയൊരു തീപിടുത്തം
തീപിടുത്തമെന്ന് തന്നെ പറയണം. കാരണം നഗരമധ്യത്തിൽ ഇത്രയും വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിന്റെ വ്യാപ്തി വർദ്ധിക്കാനുള്ള സാഹചര്യം ഏറെയാണ്. ഈ ആളുകൾക്ക് അപായം സംഭവിക്കാനുള്ള സാഹചര്യം ഏറെയാണ്. അതെല്ലാം തടയാൻ ഈ ഫയർഫോഴ്സിന്റെ ഇടപെടലിന് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ശക്തമായ മഴ ആരംഭിച്ചിട്ടുണ്ട്. ശക്തമായ മഴയിലും ഫയർഫോഴ്സിന്റെ പ്രവർത്തനം തുടരുകയാണ്. ഫയർഫോഴ്സിന്റെ നടപടികൾ തുടരുകയാണ്. അലി അക്ബർഷയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. കൊച്ചിയിൽ പുലർച്ചെ 1 മണിയോടെയാണ് സൗത്ത് പാലത്തിന് സമീപത്തെ ആക്രി ഗോഡൌണിൽ തീപിടുത്തമുണ്ടായത്. 12 സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. 6 തൊഴിലാളികളാണ് ഗോഡൌണിൽ ഉണ്ടായിരുന്നത്. അവരെ സുരക്ഷിതരായി അവിടെ നിന്നും മാറ്റാൻ സാധിച്ചു. അവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചു. പരിക്കുകളില്ലാതെ അവരെ സുരക്ഷിതമാക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഉടൻ തന്നെ ട്രെയിൻ ഗതാഗതം ഉൾപ്പെടെ നിയന്ത്രിക്കാനായി ഇപ്പോൾ നിയന്ത്രിച്ച ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അലി അക്ബർഷയാണ് സംഭവ സ്ഥലത്ത് നിന്നും വിശദാംശങ്ങൾ നൽകുന്നത്. പുക ഉയർന്നിരുന്നു. പുക ഉയരുന്നത് തടയാനുള്ള ശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ട്. അലി, അവിടെ പ്രദേശത്ത് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ തീപിടുത്തത്തിൽ വാഹനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള കേടുപാടുകളോ തീ അവിടേക്ക് പടരുകയോ അത്തരം സാഹചര്യം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മറ്റ് പ്രശ്നങ്ങളില്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. വാഹനങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള അപകടങ്ങളിലേക്ക് തീപിടുത്തം പോയിട്ടില്ല. തീപിടുത്തം ഈ കെട്ടിടത്തിൽ തന്നെ നിയന്ത്രിക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുണ്ട്. സാർ